ന്യൂസ് മലയാളം അവതരിപ്പിക്കുന്ന വിനീത് ശ്രീനിവാസൻ ലൈവ് ഷോ ഇന്ന് തൃശ്ശൂരിൽ നടക്കും. തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിൽ വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പരിപാടി. വിനീതിനോടൊപ്പം സംഗീത രംഗത്തെ പ്രതിഭകളും കലാനിശയിൽ അണിനിരക്കും. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, അങ്ങനെ ന്യൂസ് മലയാളത്തിന്റെ സംഗീത നിശയ്ക്ക് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ പറയാം. അരുണ്യ, ന്യൂസ് മലയാളം ഒരുക്കുന്ന സംഗീത നിശയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുക. ഗായകൻ വിനീത് ശ്രീനിവാസനെ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട ഇഷ്ടതാരമാണ്, നടനാണ്, ഗായകനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സംഗീത നിശ അരങ്ങേറുന്നത്. തൃശ്ശൂർ തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിൽ അതിനുവേണ്ടിയുള്ള സകല സജ്ജീകരണങ്ങളും പൂർത്തിയായി. വിനീതിന്റെ സംഘാംഗങ്ങൾ ഇപ്പോൾ പരിശീലനം നടത്തുകയാണ്. തൃശ്ശൂരിലെ സംഗീത പ്രേമികൾക്ക്, സാംസ്കാരിക പ്രേമികൾക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത നിശയാണ് ന്യൂസ് മലയാളം ഒരുക്കുന്നത്. നമ്മുടെ മാർക്കറ്റിംഗ് ടീമിന്റെ നേതൃത്വത്തിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. നമ്മുടെ ബിസിനസ് ഹെഡ് അരുണസ് നായർ നമ്മളോടൊപ്പം ചേരും. വിനീതിന്റെ ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. നമ്മുടെ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ പൂർത്തിയായോ? എല്ലാം ഗംഭീരമായി. ഇന്നലെ തന്നെ ടീമെല്ലാം എത്തി. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ എല്ലാവരും സ്റ്റേജിൽ കയറി. ഇപ്പോൾ സൗണ്ട് ചെക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. 7 മണിക്ക് കൃത്യമായിട്ട് പ്രോഗ്രാം തുടങ്ങുന്നതാണ്. എല്ലാം ഗംഭീരമായിട്ടുണ്ട്. പൂർണ്ണമായും സൗജന്യമായിട്ടാണ് തൃശ്ശൂരിലെ സംഗീത പ്രേമികൾക്ക് നമ്മൾ ഈ വേദി അവസരം ഒരുക്കുന്നത്, അല്ലേ? അതെ. ഇത് ന്യൂസ് മലയാളത്തിൻ്റെ മാർക്കറ്റിംഗ് ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് 6ാമത്തെ ഷോ ആണ്, നമ്മുടെ മ്യൂസിക് ഷോ ആണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ പല സ്ഥലത്തും ചെയ്തു. തിരുവനന്തപുരത്ത് ചെയ്തു, തലശ്ശേരിയിൽ ചെയ്തു. ഇപ്പോൾ തൃശ്ശൂരാണ് നമ്മുടെ ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ വർഷം അടുത്ത ഒരു 10 ഷോ എങ്കിൽ മിനിമം നമുക്ക് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രയത്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഷോയുടെ പ്രധാന സംഘാടകൻ, നടത്തിപ്പുകാരൻ, കോർഡിനേറ്ററൊക്കെ ജ്യോതി വെള്ളലൂരാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. വിനീതും സംഘവും സജ്ജമായി കഴിഞ്ഞല്ലേ? വിനീത് എത്തി. തൃശ്ശൂരെ സംബന്ധിച്ച് എനിക്ക് വേണമെന്ന് വെച്ചാൽ ടിക്കറ്റ് അല്ല, ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്രീം ഓഡിയൻസ് ഫുള്ളായിട്ടും ഇതിൻ്റെ പാസ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വേണം ഈ ഒരു ഓഡിറ്റോറിയം പാക്കഡ് ആയിരിക്കും. തൃശ്ശൂർ കണ്ട ഒരു മെമ്മറബിൾ ഷോ ആയിരിക്കും ഇത്. വിനീത് എന്നുള്ള പേരിനപ്പുറത്ത് മറ്റ് ആരെല്ലാം പ്രശസ്തരായ കുറേ കലാകാരന്മാർ ഈ വേദിയിൽ ഒരുമിച്ച് ഒത്തുചേരുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന്? അത് വിഷ്ണു, ദുർഗ എന്നൊക്കെ പറഞ്ഞ വിനീതിൻ്റെ ബാൻഡുകൾ നല്ല സിംഗേഴ്സാണ്. അവർ ഇൻ്റർനാഷണലി ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് പെർഫോം ചെയ്യുന്നു. നല്ലൊരു ബാൻഡും നല്ലൊരു ടീമും വിനോദിൻ്റെ കൂടെ ഉണ്ട്. തൃശ്ശൂർക്കാർക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷോ ആയിരിക്കും. അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ബ്യൂട്ടിഫുൾ ഷോ ആയിരിക്കും പ്രേക്ഷകർക്കായി നമ്മൾ ഒരുക്കുക. തൃശ്ശൂരിലെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് നമ്മുടെ മാർക്കറ്റിംഗ് ടീം പ്രതിനിധിയായ സ്മിതയാണ്. എവിടെ വരെ എത്തി? സ്മിതയോടാണ് ആദ്യം ഈ കാര്യം ചോദിക്കേണ്ടത്. നമ്മുടെ പ്രയത്നം ഇപ്പോൾ കുറച്ച് നേരങ്ങളിലെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും 100% സക്സസ് ആകുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ടീമിന് എല്ലാവർക്കും. പിന്നെ എന്താ പറയുക, ഞങ്ങളൊരു ഡ്രീമായിരുന്നു നല്ല നല്ല ഇവൻറ്റുകൾ ചെയ്യണം എന്നുള്ളത്. നമ്മളിപ്പോൾ കുറച്ചേറെ ഇവൻറ്റുകൾ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതും ഒരു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതും 100% സക്സസ് ആയി തന്നെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അരുണ്യ, തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം ഇങ്ങനെ വലിയ തോതിൽ ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ഒട്ടേറെ പ്രമുഖ നേതാക്കൾ ഇന്ന് ജില്ലയിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ സംഗീത ഷോ ആസ്വദിക്കാനും മറ്റും അതിൻ്റെ ടിക്കറ്റുകൾ ചോദിച്ചുമൊക്കെ ഒരുപാട് ആളുകളാണ് നമ്മളെ ബന്ധപ്പെടുന്നത്. ഇതിനോടകം തന്നെ പൂർണ്ണമായും തന്നെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിയാനുള്ള നിലയിലുള്ള ടിക്കറ്റുകളൊക്കെ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താൻ താല്പര്യം പ്രകടിപ്പിച്ച് നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഷോ ആരംഭിക്കും. വിനീത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടേക്ക് എത്തും. സംഗീത പ്രേമികൾ കാത്തിരിക്കുന്ന വലിയൊരു മനോഹരമായ ഒരു സംഗീത നിശയായിരിക്കും തൃശ്ശൂരിൽ അരങ്ങേറുക. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി. ഇനി കുറച്ച് സമയത്തെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. അരുണ്യ, തീർച്ചയായും നിലവിൽ അങ്ങനെ സംഗീത പ്രേമികളെല്ലാം കാത്തിരിക്കുന്ന മെഗാ സംഗീത നിശയ്ക്ക് ഇപ്പോൾ തിരുവമ്പാടി കൺവെൻഷൻ സെന്ററാണ് വേദിയാവുക. വൈകുന്നേരം 7 മണി മുതലാണ് പരിപാടി. പ്രവേശനം സൗജന്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് തിരക്കുകളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് എല്ലാവരും ഈ സംഗീത നിശയുടെ ഭാഗമാകുക, സംഗീതം ആസ്വദിക്കുക. വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ, കലാകാരന്മാർ ഈ പരിപാടിയുടെ ഭാഗമായി അവിടെ എത്തുന്നുമുണ്ട്.